ഗുരുവിനെ നിസ്സാരമാക്കിയാൽ 3 വിപത്തുകൾ അവന് വന്നു ചേരുമെന്നാണ്. ഗുരുവിനെ നിസ്സാരമാക്കിയവന്റെ ഒന്നാമത്തെ വിപത്ത്, അവനിൽ നിന്ന് പഠിച്ചതിന്റെ ഉപകാരം നഷ്ടപ്പെടും. ഒരാൾ നമുക്ക് ഡ്രൈവിംഗ് പഠിപ്പിച്ചു തന്നു. ഡ്രൈവിംഗ് പഠിപ്പിച്ചു തന്ന ഗുരുനാഥനെ ചേനത്തലയാന്ന് വിളിച്ചു. ആള് കഷണ്ടിയിരുന്നു. എന്നാല് ഓം പഠിപ്പിച്ചതിന്റെ ഉപകാരം നഷ്ടപ്പെടും. എന്താ ഓം പഠിപ്പിച്ചതിന്റെ ഉപകാരം നഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ ആവശ്യ നേരത്തെ ബ്രേക്ക് ഔട്ടാൻ മറക്കും, വണ്ടി അരിച്ചാൽക്കാട് പോകും, ലൈസൻസ് കിട്ടൂല എന്നല്ല. ഉപകാരം നഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ മദ്രസയെ പഠിപ്പിച്ച ഉസ്താദിനെ നിസ്സാരാക്കിയാൽ ഇൽമിന്റെ ഉപകാരം നഷ്ടപ്പെടും എന്ന് പറഞ്ഞാൽ 5ാം ക്ലാസ് പൊതുപരീക്ഷ പാസ്സാവൂല എന്നല്ല, 7ാം ക്ലാസ്സിന്റെ പൊതുപരീക്ഷ പാസ്സാവൂല എന്നല്ല. ഓൻ പഠിപ്പിച്ചതിന്റെ ഉപകാരം ഉണ്ടാവില്ല. പഠിപ്പിച്ചതിന്റെ ഉപകാരം ഉണ്ടാവില്ല എന്ന് പറഞ്ഞാൽ കള്ളുടിക്കരുത് എന്ന് പഠിച്ചിട്ടുണ്ട്, പക്ഷെ കുടിക്കും. നിക്കരിച്ചനെന്ന് പഠിച്ചിട്ടുണ്ട്, നിക്കരിച്ചൂല. അതെന്തേ? ഗുരുവിനെ നിസ്സാരമാക്കിയാൽ ഒരു വിപത്ത് അതാണ്. രണ്ടാമത്തെ വിപത്ത് റിസ്ക് തടയപ്പെടുമെന്നതാണ്. വജീനം തടയപ്പെടും, ഭക്ഷണം തടയപ്പെടും. ജീവിതമാർഗം എന്ന് പറയുന്നത് കടമാകും. കുട്ടികൾക്കും മക്കൾക്കും തിന്നാൻ വാങ്ങിയത് പൈസ കൊടുക്കാല്ലാതെ സ്വീപ്പാകും. വജീനം തടയപ്പെടുക, ഭക്ഷണം തടയപ്പെടുക എന്നത് ഗുരുവിനെ നിസ്സാരമാക്കിയവന് സംഭവിക്കുന്നതാണ്. എന്ത് കച്ചവടം തുടങ്ങിയാലും നേരാവൂല, ഏത് പീടിയിട്ടാലും നേരാവൂല, ഏത് സ്ഥലം വാങ്ങിയാലും നേരാവൂല, ഏത് കുവൈത്തുക്ക് പോയാലും നേരാവൂല. ഒജീനിച്ചത്, ഭക്ഷണം കഴിച്ചത് കടമായി വരുന്നുവെങ്കിൽ ഏത് ടീച്ചറെയാണ് ബാക്കിൽ നിന്ന് മഷി കുടഞ്ഞത് എന്നാണ് ആദ്യം പരിശോധിക്കേണ്ടത്. ഗുരുവിനെ നിസ്സാരമാക്കിയവനാണ് വജീനം തടയപ്പെടുന്നത്. ഗുരുവിനെ നിസ്സാരമാക്കിയുള്ള മൂന്നാമത്തെ ബുദ്ധിമുട്ട് ആഖിബത്ത് ചീത്തയാകുമെന്നതാണ്. അന്ത്യം ചീത്തയായി മരിക്കും. എങ്ങനെ മരിച്ചത് എന്ന് ചോദിച്ചാൽ ഒരു മനുഷ്യനോട് പറയാൻ പറ്റാത്ത കോലത്തിലാവും. ആഖിബത്ത് നന്നാവുക എന്ന് പറഞ്ഞാൽ മരണം എല്ലാവരോടും പറയാൻ പറ്റുന്ന രൂപത്തിലാവലാണ്. ആഖിബത്ത് ചീത്തയാകുക എന്ന് പറഞ്ഞാൽ മരണം പറയാൻ പറ്റാത്ത കോലത്തിലാവലാണ്. വാപ്പ മരിച്ചു, അള്ളാഹു നമ്മളെ മരണപ്പെട്ടു പോയ വാപ്പാർക്കൊക്കെ സ്വർഗം നൽകട്ടെ, ജീവിച്ചിരിക്കുന്നവർക്ക് ദീർഘായുസ്സും ആഫിയത്തും നൽകട്ടെ. വാപ്പ മരിച്ചോടത്ത് ചെന്നപ്പം മോനോട് ചോദിച്ചു, എന്തായിരുന്നോടാ വാപ്പാക്ക് ദണ്ണം? മകൻ പറഞ്ഞു, കാര്യമായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. വെള്ളിയാഴ്ച രാവിലെ ബാപ്പ ഇശാ മഗ്‌രിബിന്റെ ഇടയിൽ മരിച്ചവർക്ക് യാസീൻ ഓതിദ്വാർന്ന്, മങ്കൂസ് മൗലൂദ് 2 ഹദീസ് ഓതി, ഹദ്ദാദും ചൊല്ലി, ഇശാ ബാങ്ക് കൊടുത്തിട്ട് ഇശാ നിസ്കരിച്ചങ്ങാണ്ട് ചോറ് കഴിച്ചിട്ട് മലമൂത്ര വിസർജനം നടത്തി ഒതുണ്ടാക്കിങ്ങാണ്ട് കിടക്കാൻ പോയോടത്തുനിന്ന് കുട്ടികളെ എനിക്ക് നെഞ്ഞത്ത് കൂടി ഒരു വേദന ഉണ്ട് എന്ന് പറഞ്ഞു. ഞങ്ങളെല്ലാവരും കൂടി മണ്ടി ചെന്നുങ്ങാണ്ട് അപ്പോൾ അതിന് വാപ്പ അങ്ങനെ കുഴഞ്ഞു. കട്ടിലമ്മക്ക് എടുത്ത് കടത്തി സംസം വെള്ളം കൊടുത്തു. 3 മുറുക്കാണ് കുടിച്ചിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഉറക്കേണ്ട പറഞ്ഞിട്ട് പിന്നെ ഒരു വലിയണ്ട് വലിച്ചു. പിന്നെ വാപ്പ മുണ്ടിയിട്ടില്ല എന്ന് പറയുമ്പോൾ പറയണത് വാപ്പ മരിച്ചു എന്നാണെങ്കിലും പറയണതിനൊരു ചൊറുക്കുണ്ട്, അത് കേൾക്കാനും ചൊറുക്കുണ്ട്. ഇതിനെയാണ് ഹുസ്നുൽ ഖാത്തിമ, നല്ല മരണം എന്ന് പറയുന്നത്. അത് ഗുരുവിനെ ആദരിച്ചവർക്കാണ് ഉണ്ടാവുക. ഗുരുവിനെ ഇൻസൾട്ട് ചെയ്തവർക്ക് ചീത്ത മരണം ഉണ്ടാവും. എന്തേ ഇപ്പൊ മൂപ്പർക്ക് ദണ്ണെന്ന് ചോദിച്ചാൽ അതൊന്നും പിന്നെ പറയണ്ടെന്ന് പറയും. പറയാൻ കഴിയൂല, പറയാൻ പറ്റുന്ന പോലത്തിലാവില്ല. അതന്നെ സംഗതി, അതാണ് ചീത്ത മരണം. അപ്പൊ ഗുരുവിനെ ഇൻസൾട്ട് ചെയ്താൽ 3 അടങ്ങേറുണ്ടാവും. അപ്പോൾ ഇൽമിൽ ബറക്കത്തുണ്ടാവാൻ 3 കാര്യങ്ങൾ വേണം. ഒന്ന്, ഗുരുവിനെ ആദരിക്കണം. 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി സ്കൂളിട്ട് വന്നപ്പോ ഒരു ദിവസം വാപ്പാനോട് പറഞ്ഞു, വാപ്പാ ഞങ്ങളെ സ്കൂളിലെ 7 മാസം എല്ലാരും മൊട്ടത്തലേൻ എന്നാണ് വിളിക്കണത് എന്ന് പറഞ്ഞപ്പോൾ വാപ്പ ചോദിച്ചു, എന്തേച്ച് പറഞ്ഞതെന്ന് ചോദിച്ചു. മൊട്ടത്തലേ എന്നാ വിളിക്കല് എന്ന് പറഞ്ഞപ്പോൾ വാപ്പ പറഞ്ഞു, അയാൾക്ക് പറ്റിയ പേരെന്നാണ് അത് എന്ന് പറഞ്ഞു കൊടുത്താൽ ആ കുട്ടിക്ക് വജീനം തടയപ്പെടും, ആ കുട്ടിയുടെ ആഖിബത്ത് ചീത്തയാകും, ആ കുട്ടി ആ ഗുരുനാഥനിൽ നിന്ന് പഠിച്ചതിൻ്റെ ഉപകാരമില്ലാതെയാകും. മറിച്ച് വാപ്പാക്ക് മോനെ പറഞ്ഞത് പറഞ്ഞു, വാപ്പാന്റെ കുട്ടി ജീവിതത്തിലൊരിക്കലും ഇനി അങ്ങനെ പറയരുതിട്ടോ എന്ന് പഠിപ്പിച്ചാൽ ഗുരുവിൽ നിന്ന് പഠിച്ചതിൻ്റെ ഉപകാരം ഉണ്ടാവും. ഓന് എവിടെ പോയാലും റിസ്ക് തടയപ്പെടൂല. എനിക്ക് അഭിമാനത്തോടെ പറയാൻ പറ്റും, ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തുള്ള ഹലാലായ ഭക്ഷണങ്ങൾ ഏകദേശമൊക്കെ ഞാൻ കഴിച്ചിട്ടുണ്ടാവും എന്നുള്ളത്.
വലിയ വിവരമൊന്നുമില്ല, പക്ഷേ ഗുരുനാഥന്മാരോട് വലിയ ആദരവിനെ വെച്ച് വരും. അതിൻ്റെ സംഗതി ഗുരുവിനെ ആദരിക്കുന്നവർക്കാണ് റിസ്ക് ഭൂമിയിൽ. ഞാൻ തമാശക്ക് പറയലുണ്ട്, ബറാത്തിന് നമ്മൾ 3 യാസീൻ ഓതുമല്ലോ, 1 ഏതായാലും ഉഷാറായിട്ടുണ്ട് എന്ന്. എനിക്കിപ്പോൾ ഇന്ന് രാത്രി എന്തൊക്കെ തിന്നാൻ കിട്ടിയെന്ന് ഇപ്പം അങ്ങോട്ട് പറഞ്ഞാൽ തൊള്ളയിൽ കൂടെ കപ്പലിങ്ങനെ ഓടും. ഞാൻ പറയണില്ല, കൽപ്പിച്ചുട്ടി പറയാതിരിക്കണം. അള്ളാഹു ഭക്ഷണം നൽകിയവർക്ക് സ്വർഗീയമായ ഭക്ഷണം നൽകട്ടെ, ആമീൻ. അതുകൊണ്ട് ഗുരുവിനെ ആദരിക്കുന്നവർക്കാണ് വിശാലമായ റിസ്ക് ഉണ്ടാവുക. ഗുരുവിനെ ആദരിക്കുന്നവർക്കാണ് ഹുസ്നുൽ ഖാത്തിമത്ത് ഉണ്ടാവുക. ഗുരുവിനെ ആദരിക്കുന്നവർക്കാണ് പഠിച്ച ഇൽമ ഉപകാരം ചെയ്യുക. അതുകൊണ്ട് ഇൽമിൽ ബറക്കത്തുണ്ടാവണമെങ്കിൽ 3 കാര്യങ്ങൾ വേണം. ഒന്നാമത്തെ കാര്യം ഗുരുവിനെ ആദരിക്കണം. രണ്ടാമത്തെ കാര്യം ഉള്ള ഇൽമ കൊണ്ട് അമൽ ചെയ്യണം. എന്തുള്ള വിവരച്ചാല് ഉള്ള വിവരത്തിനനുസരിച്ച് പ്രവർത്തിക്കണം. ഉള്ള ഇൽമ കൊണ്ട് അമൽ ചെയ്യണം. ചില കാര്യങ്ങൾ സ്ഥിരമായി ചെയ്യാൻ കഴിയുന്നുണ്ടാവും, അത് നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യണം. ചില കാര്യങ്ങൾ നമുക്ക് മാസത്തിലൊരിക്കൊക്കെ ചെയ്യാൻ കഴിയുള്ളൂ, അപ്പൊ മാസത്തിലൊരിക്കൽ ചെയ്യണം. ചിലത് നമുക്ക് ആഴ്ചയിൽ, ഇപ്പൊ എന്നും മരിച്ചവർക്ക് യാസീൻ ഓതണം എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മൾക്കൂടെ നടന്നുകൊണ്ടെന്നില്ല. വെള്ളിയാഴ്ച രാവിൽ മരണപ്പെട്ടവർക്കൊരു യാസീൻ ഓതി തോർക്കണം. എന്നും ആരെ മങ്കൂസ് മൗലൂദ് ഓതണം എന്ന് പറഞ്ഞപ്പോൾ നടക്കൂലല്ലോ. മാസത്തിലൊരിക്കല് മക്കളെയും പേരെ കുട്ടികളെയും കൂട്ടിയിട്ട് ഒരു മങ്കൂസ് മൗലൂദിന്റെ 2 ഹദീസും പിന്നെ ഒരു അവസാനത്തെ ഹദീസ് ഓതിയിട്ടൊന്ന് തോർക്കണം. അങ്ങനെ കൊല്ലത്തിലൊരിക്കലെങ്കിലും ഒന്ന് തസ്ബീഹ് നിസ്കരിക്കണം. അതാണ് നമ്മൾ 25 പള്ളിയിൽ നിസ്കരിക്കല്. ജീവിതത്തിൽ ഒരു ഹത്തെങ്കിലും തീർക്കണം. അവനാന്റെ 70,000 ലാ ഇലാഹ ഇല്ലല്ലാഹ് മരിക്കണേന്റെ മുന്നേ അവനാൻ തന്നെ ചെല്ലണം. പള്ളിക്കൊന്ന് കിട്ടിയ ലാഭം അത്രയല്ലേ ഉള്ളൂ. പള്ളിക്കൊന്ന് മരിച്ചാൽ വെള്ളിയാഴ്ച ഒരു ദിക്ർ ഉണ്ടായാലുണ്ട്, പല പള്ളിക്ക് ഉണ്ട്, ഇവിടെ ഉണ്ടാവും എന്നാണ് വിചാരിക്കണേ, പലയിടത്തും ഉണ്ടായാലുണ്ട്. കിട്ടിയാൽ കിട്ടി, ഇല്ലെങ്കിൽ കിട്ടിയില്ല. എല്ലാ കാലം ഒന്നും കിട്ടിക്കോളന്നില്ല, എപ്പം ഉണ്ട് എന്ന് വിചാരിക്കാം. നാളെ ഞാൻ കമ്മറ്റിയൊക്കെ മാറി വലിയ വലിയ പുരോഗമനവാദികളൊക്കെ വന്നിട്ട് അതൊന്നും ഇപ്പോൾ വേണ്ടവർ എല്ലിക്കോട്ടെ എന്ന് പറഞ്ഞാൽ അത് മുടങ്ങി. അവനാൻ്റെ 70,000 അവനാൻ ചെല്ലി വെച്ചാലേ സംഗതി റാഹത്തായി. മറ്റേത് കിട്ടിയ ലാഭത്ത് കൂട്ടാം. ഒരു 70,000 അവനാനാണ് ചെല്ലിയാൽ എത്ര നന്നു സംഗതി. അതന്നെ ആയുസ്സിലൊരു 70,000 ഞാൻ പറഞ്ഞത്, അല്ലാതെ ഇടക്കിടക്ക് 70,000 പറയണില്ല. ആയുസ്സിലൊരു 70,000 ഒരു ഹത്തം മുഴുവനായിട്ട്. അത് ആണുങ്ങളോട് പ്രത്യേകം പറയണമെന്നാണ്. പെണ്ണുങ്ങൾ ഖുർആനോത്തിൽ കുറച്ച് മുമ്പിലാണ്, ആണുങ്ങൾ വളരെ ബാക്കിലാണ്. ഇനിയിപ്പോൾ റമദാൻ മാസമല്ല വരുന്നത്. ഞാനിപ്പോൾ കഴിഞ്ഞ റമദാനിൻ്റെ മുമ്പത്തെ റമദാനിൽ, അതോ ഞാൻ അതിൻ്റെ മുമ്പത്തെ റമദാനിലാന്നറിയില്ല, ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്ത് റമദാൻ 28-ൻ്റെ അന്ന് ഒരു ഖത്മുൽ ഖുർആൻ എന്നുള്ളൊരു പരിപാടി വെച്ചു. മഹല്ലത്തെ എല്ലാ ആൾക്കാരും വന്നിട്ട് എല്ലാവരും ഓരോ ജുസ് ഓതിയിട്ട് ഒന്നിച്ചു തോരക്കുക. അപ്പം അതിൻ്റെ മുന്നോടിയായിട്ട് എല്ലാവരോടും നിങ്ങളെല്ലാവരും റമദാനായിട്ട് തീർത്ത ഹത്തത്തിൻ്റെ എണ്ണവും പേരും ഒന്ന് എഴുതിയിട്ടൊരു കടലാസിൽ കൊണ്ടുകൊണ്ടും ദോരക്കുമ്പം മനസ്സിനൊരു റാഹത്ത് കിട്ടാനാണ് എന്ന് പറഞ്ഞു. അങ്ങനെ പെണ്ണുങ്ങൾ 2 ഹത്തം 3 ഹത്തം 12 ഹത്തൊക്കെ തീർത്ത പെണ്ണുങ്ങളുണ്ട്. ആണുങ്ങൾ ഉസ്താദെ 1-ാമത്തെ ഹത്തം തീരാനാകണുണ്ട്, ദോരക്കുണ്ട് പറഞ്ഞു. അതിങ്ങനെ ഇളകുകയാണ്, ആകണുള്ളൂ. അതുകൊണ്ട് ആണുങ്ങളതിൽ വളരെ ബാക്കിൽ. ആണുങ്ങളിപ്പോൾ എന്താ ചെയ്യുക വെച്ചാൽ റമദാൻ 1-ൻ്റെ അന്ന് പള്ളിക്കണ്ട് വന്നിട്ട് ളുഹ്ർ നിസ്കരിക്കാൻ കഴിഞ്ഞിട്ട് ഒരു പലക ഉണ്ടാവും മരത്തിൻ്റെ, അതിങ്ങനെ വെച്ചിങ്ങാണ്ട് അതിന്മേൽ ഒരു മുസാഫ് കൊണ്ട് വെച്ചിട്ട് അലിഫ് ലാം മീം ദാലിക്കൽ കിതാബു ലാ റൈബ ഫീ ഹുദൽ ലിൽ മുത്തഖീൻ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ട് തുടങ്ങും. 2 പേജിന് കഴിയുമ്പോഴത്തിന് ഫോണിക്ക് എന്തെങ്കിലും ഒരു മെസ്സേജ് വരും. അപ്പോൾ ആ ഫോൺ എടുത്തുകൊണ്ട് അന്നാണ് പോയാൽ പിന്നെ 25,000 വരും. അതാണ് ഇപ്പോൾ ഈ തീരിനുണ്ട് ദോരക്കൂടി പറഞ്ഞതേ. ഏത് അന്നാ പോയിട്ട് പിന്നെ 25,000 വന്ന സാധന. അതുകൊണ്ട് ആണുങ്ങൾ ഖുർആനോത്തിൽ വളരെ ബാക്കിലാണ്. ഒന്ന് ഉഷാറായിട്ട് റമദാൻ മാസമുള്ള വരുന്നത് ഒരു ഹത്തെങ്കിലും ഈ റമദാൻ കഴിയണതിൻ്റെ ഇടയ്ക്ക് നമുക്ക് തീർക്കാൻ വേണ്ടി പറ്റണം. ഇപ്പം തന്നെ വേണമെങ്കിൽ തുടങ്ങാം. ഇനി ബുദ്ധിമുട്ടുണ്ടെങ്കിൽ കച്ചവടക്കാരൊക്കെ ആണെങ്കിൽ ഇപ്പം തന്നെ തുടങ്ങാം, കുഴപ്പമൊന്നുമില്ല. റജബിലാണ് തുടങ്ങിക്കോളി. എന്നിട്ടെങ്കിലും ആ 25,000 അന്നേക്ക് ആ ഉല്ലൗദ് റബ്ബിന്നാസിൻ്റെ അവിടെ എത്തിയിട്ട് പിന്നെ ഒരു ഫാത്തിഹയും അൽബക്കറയിൽ നിന്ന് ഒരു 5 ആയത്തും അത് തുടങ്ങി വെച്ച് അടുത്ത ഹത്തം കൂടിയാണ് സ്റ്റാർട്ട് ചെയ്തിട്ട് തീർന്നു എന്നും പറഞ്ഞുകൊണ്ട് ഒരു ദ്വാഴ നടത്തിയാണ്ടല്ലോ റാത്തൈക്കാരം. അതുകൊണ്ട് ഉള്ള ഇൽമ കൊണ്ട് അമൽ ചെയ്താൽ മാത്രമേ ഉള്ളൂ ഇൽമിൽ ബറക്കത്തുണ്ടാകുക. അപ്പോൾ പല തരത്തിലുള്ളതുകൊണ്ട് കൊല്ലത്തിലൊരുക്ക ചെയ്യാൻ പറ്റിയതുണ്ട്, ആയുസ്സിലൊരുക്ക ചെയ്യാൻ പറ്റിയതുണ്ട്.
മാസത്തിൽ ചെയ്യാൻ പറ്റിയതുണ്ട്, ആഴ്ചയിലുണ്ട്, എന്നും ചെയ്യേണ്ടതും ചെയ്യാൻ പറ്റിയതുണ്ട്. അവനക്കാണ്ട് കഴിയും പോലെ ഉള്ള ഇൽമനുസരിച്ച് അമൽ ചെയ്യണം എന്നതാണ് രണ്ടാമത്തെ കാര്യം.